ഈ തെറ്റ് ചെയ്യാത്ത അടിമകളെയാണ് അള്ളാഹുവിന് വേണ്ടതെന്നെങ്കിൽ മലക്കുകളെ മാത്രം പഠിച്ചാൽ മതിയായിരുന്നല്ലോ. ആകാശത്ത് അന്നും ഇന്നും മലക്കുകൾക്ക് യാതൊരു ക്ഷാമവുമില്ല. എന്നിട്ടും നമ്മളെ പഠിച്ചത് വീണുപോകാൻ സാധ്യതയുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു പച്ചയായ സാധാരണ മനുഷ്യനായിട്ടാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു പേരാണ് അൽ ഗഫൂർ, ഒരുപാട് പൊറുക്കുന്നവൻ എന്നുള്ളത്. നമ്മളെല്ലാ ആളുകളും പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഈ പുറത്തു തരിക എന്നുള്ള ഗുണം അള്ളാഹുവിന് എങ്ങനെയാണ് നമ്മളോട് പ്രകടിപ്പിക്കാൻ പറ്റുക? അഥവാ നമുക്കാർക്കും പെർഫെക്റ്റ് ആവാൻ കഴിയില്ല എന്നുള്ളത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പെർഫെക്ഷൻ അല്ല, പ്യൂരിഫിക്കേഷൻ ആണ്. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് നിങ്ങളെ പാപത്തെ പുറത്തു തരാൻ കഴിയൂല എന്ന് നിങ്ങൾ പറയാതെ പറയുന്നതിന് തുല്യമാണ്. നമ്മുടെ പാപത്തെ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കാൾ വലുതാക്കി വെക്കരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കാൾ വലിപ്പമുള്ള പാപങ്ങൾ ഇല്ല ഈ ലോകത്ത് ശരിക്കും. അഥവാ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നമ്മൾ ഒരിക്കലും പരിമിതിപ്പെടുത്തരുത്. ആ കാരുണ്യത്തിന് മുന്നിൽ നമ്മുടെ പാപങ്ങളൊക്കെ കടൽ വെള്ളത്തിൽ വീണ ഉപ്പുതരി പോലെ അലിഞ്ഞു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ മനസ്സറിഞ്ഞ് തൗബ ചെയ്യണമെന്ന് മാത്രം. ഈ വിഷയം പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരും പാപം ചെയ്യാത്തവരായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റിയിട്ട് പാപം ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചിട്ട് നമ്മൾ ഒരിക്കലും ബേൺ ഔട്ട് ആകരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കുക, നല്ല സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുക. അതാണ് ഇസ്ലാം. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ തെറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് നിങ്ങൾ കാണരുത്. തെറ്റ് ചെയ്യാം എന്നിട്ട് തൗബ ചെയ്താൽ മതി, അങ്ങനെ ചിന്തിക്കരുത്. ആ ഒരു കോൺസെപ്റ്റ് ശരിയല്ല. കാരണം മരണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്താണ് മരിക്കുന്നത് എങ്കിൽ നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അതെപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ തെറ്റ് സംഭവിച്ചു പോയാൽ തൗബ ചെയ്യുക, പിന്നെയും സംഭവിച്ചേക്കും തൗബ ചെയ്യുക, ഒരുപക്ഷെ പിന്നെയും സംഭവിച്ചേക്കാം പിന്നെയും തൗബ ചെയ്യുക. ആ ഒരു ലൈഫ് സർക്കിൾ ആയിരിക്കണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്.